എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടാണ്. വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വെണ്ടയ്ക്ക കഴുകി നമുക്ക് നുറുക്കിയെടുക്കാം. ഇതുപോലെ 4 പീസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരും, പിന്നെ അല്പം കായപ്പൊടി, പിന്നെ കടലമാവ് കൂടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ആ വെണ്ടയ്ക്കയിലുള്ള നനവ് കൊണ്ടാവും. ഞായിലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.